dear students, welcome back to National Academy. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ NIOS ഫിസിക്സിലെ 18ാമത്തെ ചാപ്റ്ററാണ്. ഏതാണ് നമ്മുടെ 18th ചാപ്റ്റർ? The magnetism and magnetic effect of electric current. കഴിഞ്ഞ കുറച്ച് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇലക്ട്രിസിറ്റിയെ കുറിച്ചായിരുന്നു അല്ലേ? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാഗ്നറ്റിസത്തിനെ കുറിച്ചാണ്. അപ്പോൾ മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഒരു മാഗ്നറ്റിന് രണ്ട് ബേസിക് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒരു ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഒരു അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു ചെറിയ ബാർ മാഗ്നറ്റിന് നമ്മൾ ഫ്രീലി സസ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഫ്രീലി സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് ചെയ്യുന്നത്? അത് റൊട്ടേറ്റ് ചെയ്യും, ഒരു വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയും ആൻഡ് ഓൾവേസ് സ്റ്റേ അപ്രോക്സിമേറ്റ്ലി ജിയോഗ്രാഫിക്കൽ നോട്ട്സ് ഓഫ് ഡയറക്ഷൻ. റൊട്ടേറ്റ് ചെയ്തിട്ട് അത് പിന്നെ സ്റ്റേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ജിയോഗ്രാഫിക് നോട്ട്സ് ഓഫ് ഡയറക്ഷൻ അപ്രോക്സിമേറ്റ്ലി ആ ഒരു ഡയറക്ഷനിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു മാഗ്നറ്റിൻ്റെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എന്താണ്? A magnet attract a small pieces of magnetic material like iron, nickel and cobalt. Iron, nickel, cobalt പോലെയുള്ള ചെറിയ ചെറിയ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ആര് അട്രാക്ട് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റിൻ്റെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്താണ്? മാഗ്നറ്റിൻ്റെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി മാഗ്നറ്റിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ് നോക്കാം. Unlike the poles of two magnets attract each other and like poles repel and അതായത് അൺലൈക്ക് പോൾസുകൾ എപ്പോഴും അട്രാക്ട് ചെയ്യും അല്ലേ? അൺലൈക്ക് പോൾസുകൾ എപ്പോഴും അട്രാക്ട് ചെയ്യുകയും ലൈക്ക് പോൾസുകൾ എപ്പോഴും റിപ്പൽ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ്, ദ പോൾസ് ഓഫ് എ മാഗ്നറ്റ് ആർ ഇൻസെപ്പറബിൾ. നമ്മുടെ മാഗ്നറ്റിൻ്റെ പോൾസ് എപ്പോഴും ഇൻസെപ്പറബിൾ ആയിരിക്കും. ദ സിമ്പിൾ സ്പെസിമെൻ പ്രൊവൈഡിങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മാഗ്നറ്റിക് ഡൈപോൾ. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിമ്പിൾ സ്പെസിമെൻ ആണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മാഗ്നറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, the direction of a magnetic field vector B at any point is given by the tangent to the field magnetic line at that point. ആ പോയിന്റിൽ മാഗ്നറ്റിസം പ്രൊവൈഡ് ചെയ്യുന്ന ആ ലൈനിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും നമ്മുടെ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻ ദാറ്റ് പാസ് ത്രൂ ദ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ് ഹെൽഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദാറ്റ് റീജിയൻ. അതായത് നമ്മുടെ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻ, ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് അവിടെയുള്ള ലൈൻസിന് പ്രൊപ്പോർഷണലും ആയിരിക്കും. മാത്രമല്ല പെർപെൻഡിക്കുലറും ആയിരിക്കും. മാത്രമല്ല എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ റീജിയണിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് പ്രൊപ്പോർഷണലും ആയിരിക്കും. ഓക്കെ, ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ റണ്ണ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ദ ഫീൽഡ് ലൈൻസ് റൺ ചെയ്യുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് അത് റൺ ചെയ്യുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ഓക്കെ, ഇൻസൈഡ് ദ മാഗ്നറ്റോ അത് റൺ ചെയ്യുന്നത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. എന്നിട്ട് ഒരു ക്ലോസ്ഡ് കർവ് ഫോം ചെയ്യും. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ഇൻസൈഡ് ദ മാഗ്നറ്റ് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് റൺ ചെയ്ത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. ഓക്കെ, ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഒരിക്കലും ക്രോസ് ചെയ്യത്തില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബയോ-സവാർട്ട്സ് ലോ ആണ്. എന്താണ് ബയോ-സവാർട്ട്സ് ലോ പറയുന്നത്? ഇറ്റ് ഗിവ് എ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് in a conductor and the resulting magnetic field at that point. അതായത് ഒരു കണ്ടക്ടറിനകത്തുള്ള ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടറിനകത്തുള്ള ആ കണ്ടക്ടറിലെ കറണ്ടും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ബയോ-സവാർട്ട്സ് ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. ആസ് പെർ ബയോ-സവാർട്ട്സ് ലോ അനുസരിച്ച് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? is equal to mu 0 divided by 4 pi into I dl sin theta divided by r square ആയിരിക്കും.
ഓക്കെ, μ0/4π ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ഒരു ബയോട്ട്-സാവേർട്ട്സ് ലോ അനുസരിച്ച് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ബയോട്ട്-സാവേർട്ട്സ് ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഈ ബയോട്ട്-സാവേർട്ട്സ് ലോയിൽ μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർമിബിലിറ്റി ഓഫ് ദ എയർ ആണ്. ഇനി എയർ അല്ലാത്തൊരു മറ്റൊരു മീഡിയത്തിലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ B = μ × B0 ആയിരിക്കും. ഇവിടെ B0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിലായിരിക്കുമ്പോഴുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ. ഓക്കെ, എയർ അല്ലാത്ത കേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ B = μ × B0 ആണ്. μ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ് ദ പെർമിബിലിറ്റി ഓഫ് ദ മീഡിയം. ആ മീഡിയത്തിന്റെ പെർമിബിലിറ്റി ആണ് μ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിലെ പെർമിബിലിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ബയോട്ട്-സാവേർട്ട്സ് ലോയുടെ ആപ്ലിക്കേഷൻസ് എവിടേക്കാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കുലർ കോയിൽ ക്യാരിയിങ് കറണ്ട്. കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സർക്കുലർ കോയിലിന്റെ സെൻട്രലിലെ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ആ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഒരു സർക്കുലർ കോയിലുണ്ട്. ഓക്കെ, ഈ സർക്കുലർ കോയിലിന്റെ ചെറിയൊരു സെക്ഷൻ Δl എന്ന് പറയുന്നൊരു ചെറിയൊരു സെക്ഷൻ, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണ്, അതിന്റെ റേഡിയസ് R ആണെങ്കിൽ അവിടുത്തെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? = μ0 Ni/2R ആയിരിക്കും. എന്താണ്? μ0 Ni/2R ആയിരിക്കും ബിയുടെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ആംപിയർ സർക്യൂട്ട് ലോ. ആംപിയർ സർക്യൂട്ട് ലോ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? Ampere's circuit law provided that another way of calculating the magnetic field around a current carrying conductor. അതായത് ഒരു സിമ്പിൾ സിറ്റുവേഷനിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ആംപിയർ സർക്യൂട്ട് ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആസ് പെർ ദിസ് ലോ, ഈ ലോ അനുസരിച്ചിട്ട് the line integral of the magnetic field around a closed loop is the μ0 times the total current. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ the line integral of magnetic field എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? μ0 times the current ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് B di എന്ന് പറയുന്നത് μ0 times Iക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മുടെ ആംപിയർ സർക്യൂട്ട് ലോ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ ഫോഴ്സസ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവിങ് ചാർജസിന്റെ ഫോഴ്സസിന്റെ വാല്യൂ, ആ ഫോഴ്സസിനെ നമ്മൾ വിളിക്കുന്നത് ലോറൻസ് ഫോഴ്സ് എന്നാണ്. അതിന്റെ വാല്യൂ വരുന്നത് ലോറൻസ് ഫോഴ്സ് ഓൺ എ പാർട്ടിക്കിൾ വിത്ത് എ ചാർജ് പ്ലസ് Q മൂവിങ് വിത്ത് എ വെലോസിറ്റി V ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് B. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ V വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പ്ലസ് Q ചാർജുള്ള ഒരു പാർട്ടിക്കിൾസിന്റെ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് = Q × V × B ആയിരിക്കും, അല്ലെങ്കിൽ QVB sin θ ആയിരിക്കും. എന്താണ്? F = Q × V × B ആയിരിക്കും, അല്ലെങ്കിൽ QVB sin θ ആയിരിക്കും. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് V ആൻഡ് B. വിക്കും വിയുടെയും ബിയുടെയും ഡയറക്ഷന്റെ ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ദ ഡയറക്ഷൻ ഓഫ് എഫ് അടുത്ത ഫോഴ്സിന്റെ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വഴിയാണ്. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? നമ്മുടെ ഈ 3 ഫിംഗേഴ്സ് നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ലെഫ്റ്റ് ഹാൻഡിൽ ഈ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 ഫിംഗർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബിയും, അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ പ്രൊവൈഡ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനും, തമ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് ലോറൻസ് ഫോഴ്സിന്റെ ഡയറക്ഷനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂൾ വെച്ചിട്ടാണ് നമ്മൾ ലോറൻസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എപ്പോഴും കണ്ടുപിടിക്കാറുള്ളത്. നെക്സ്റ്റ്, the forces on a current carrying conductor in a uniform magnetic field. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ക്യാരി ചെയ്യുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ ഫോഴ്സസിന്റെ വാല്യൂ എന്ന് പറയുന്നത് F = I ΔLB ആയിരിക്കും. എന്താണ്? I ΔLB ആയിരിക്കും. ഡെൽറ്റ എന്ന് പറയുന്നത് ആ ചെറിയൊരു സെക്ഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. I എന്ന് പറഞ്ഞാൽ കറണ്ട്, B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിയുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് I ΔLB sin θ ആയിരിക്കും. ഓക്കെ, I ΔLB sin θ ആയിരിക്കും. B = അപ്പോൾ അതിൽ നമ്മൾ B നമുക്ക് എങ്ങനെ എഴുതാം? F / I ΔL ആയിരിക്കും. F / I ΔL ചെയ്ത് നമുക്ക് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ്. ഓക്കെ, ഇനി കറണ്ട് ലൂപ്പ് ഒരു ഡൈപോൾ ആണെങ്കിൽ,
ഒരു ഡൈപോൾ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫീൽഡിന്റെ വാല്യൂ μ0I/2r ആയിരിക്കും. B is equal to μ0I divided by 2r ആയിരിക്കും. μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ദ എയർ ആണ്, r റേഡിയസ് ആണ്, I കറണ്ട് ആണ്. The magnetic field due to a magnetic dipole at an axial point. Axial point ലുള്ള magnetic fieldന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? is equal to μ0/4π into 2m/x³ ആണ്. 2m divided by x³ ആണ്. മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഇവിടെ m എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫീൽഡ്, ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റ്, അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് μ0/4π m/x³ ആയിരിക്കും. μ0/4π m/x³ ആയിരിക്കും. ഇവിടെ μ0/4π into 2m/x³ ആയിരുന്നു. ഓക്കെ, ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഒരു കറണ്ട് ലൂപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is equal to Bm sin θ ആയിരിക്കും. ഇവിടെ m എന്ന് പറയുന്നത് n/a ആണ്. ഇസ് നോൺ ആസ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അതിനെ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് എന്നാണ് എമ്മിനെ പറയാറുള്ളത്. എമ്മിന്റെ വാല്യൂ n/a ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? is equal to Bm sin θ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ദ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിനകത്തുള്ള കറണ്ടിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് എന്ത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്? ദാറ്റ് എ കറണ്ട് ക്യാരിയിങ് കോയിൽ വെൻ എ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക്. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണെങ്കിൽ, കെ ഇസ് ദ റീസ്റ്റോറിംഗ് ടോർക്ക് ആണെങ്കിൽ, പെർ യൂണിറ്റ് ട്വിസ്റ്റിലുള്ള റീസ്റ്റോറിംഗ് ടോർക്കാണ് കെ ആണെങ്കിൽ, ഇവിടെ ഐ എന്ന് പറയുന്നത് കെ α/NBA ആയിരിക്കും. ഐ എന്ന് പറയുന്നത് കെ α/NBA ആയിരിക്കും. ഇവിടെ K/NBA എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്, കാരണം അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ദെർഫോർ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ ആയിരിക്കും. ഗാൽവനോമീറ്ററിന്റെ കേസിൽ ആൽഫ എന്താണ്? ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, ഒരു ഗാൽവനോമീറ്ററിന്റെ സെൻസിറ്റിവിറ്റി. ഗാൽവനോമീറ്റർ എപ്പോഴും സെൻസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? n ലാർജ് ആയിരിക്കണം. അതായത് ഗാൽവനോമീറ്റർ കൂടുതൽ സെൻസിറ്റീവ് ആവണമെങ്കിൽ n ഷുഡ് ബി ലാർജ്, ബി ഷുഡ് ബി ലാർജ്, യൂണിഫോം ആൻഡ് റേഡിയൽ. ബി എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കണം, യൂണിഫോം ആയിരിക്കണം, റേഡിയൽ ആയിരിക്കണം. ദ ഏരിയ ഓഫ് ദ കോയിൽ ഷുഡ് ബി ലാർജ്. കോയിലിന്റെ ഏരിയ എന്തായിരിക്കണം? ലാർജ് ആയിരിക്കണം. ആൻഡ് ദ ടോർഷണൽ കോൺസ്റ്റന്റ് ഷുഡ് ബി സ്മോൾ. ടോർഷണൽ കോൺസ്റ്റന്റ് എപ്പോഴും സ്മോൾ ആയിരിക്കണം. അപ്പം എന്തൊക്കെയാണ് വേണ്ടത് കൂടുതൽ സെൻസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട്? എന്താണ്? n ഷുഡ് ബി ലാർജ്, n ലാർജ് ആയിരിക്കണം. ബി ഷുഡ് ബി ലാർജ്, യൂണിഫോം ആൻഡ് റേഡിയൽ. ഏരിയ ഓഫ് ദ കോയിൽ ഷുഡ് ബി ലാർജ്. നമ്മുടെ കോയിലിന്റെ ഏരിയ എപ്പോഴും ലാർജ് ആയിരിക്കണം. അതുപോലെ തന്നെ ടോർഷണൽ കോൺസ്റ്റന്റ് സ്മോൾ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മുടെ ഗാൽവനോമീറ്ററിന്റെ ഗാൽവനോമീറ്റർ കൂടുതൽ സെൻസിറ്റീവ് ആവുന്നത്. നെക്സ്റ്റ്, അമ്മീറ്റർ. അമ്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷണ്ടഡ് ഗാൽവനോമീറ്റർ ആണ്. അതായത് നമുക്ക് ഗാൽവനോമീറ്റർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ കാലിബ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ കറണ്ടിന്റെ വാല്യൂ, ഒരു സർക്യൂട്ടിനകത്തുള്ള കറണ്ടിന്റെ വാല്യൂ തന്നെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലോ റെസിസ്റ്റന്റ് വയർ ഇവിടെ കണക്ട് ചെയ്യുക, ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ലോ റെസിസ്റ്റന്റ് വയർ ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു സർക്യൂട്ടിലെ രണ്ട് ഡിഫറൻസ് പോയിന്റ്സുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹൈ റെസിസ്റ്റന്റ് വയർ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഹൈ റെസിസ്റ്റന്റ് വയർ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഗാൽവനോമീറ്ററിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ 18ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ്, അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. നമ്മൾ പഠിച്ച ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ? ഇതിൽ ഓരോന്നിലും ബിയുടെ വാല്യൂ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്.
ഇത്രയാണ് നമ്മുടെ 18ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. വളരെ ബ്രീഫായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഉടൻ തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നാഷണൽ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ അധ്യായവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ ബൈ.